എന്താ? എങ്ങാണ്ടിന് കള്ളും കുടിച്ച് വെളിവില്ലാതെ ഇന്ന് രാവിലെ കേറി വന്നതാ. വന്നപ്പോ തൊട്ട് ഇതാ താരം. കൊന്നതാണ്ടവാ, ഞാൻ കണ്ടതാ. ആര് കൊന്നു നീ പറയണേ? നമ്മുടെ കുട്ടിയെ ആ കള്ള നായിന്റെ മക്കള് വണ്ടി കയറ്റി കൊന്നതാണ്ടവാ. പണിക്കരിയ ടാങ്കർ ലോറിയായിരുന്നു. അതിനകത്ത് നിറച്ച് സ്പിരിറ്റായിരുന്നു. എനിക്കറിയാം, എവിടെ ഒളിപ്പിച്ചാലും ചാരായത്തിന്റെ സ്മെല്ല് ഈ ഭാഷയിൽ അറിയാണ്ടോ. തെറ്റികള് വീട്ടിൽ കൊണ്ട് പോയപ്പോ തിരിച്ചു കയറ്റിയതാ. നമ്മള് പോയിട്ട് ചന്ദ്ര, ഓ ദൈവമേ, വീണ്ടും ആണ്ടവന്റെ സമ്മാനം. ഇത്തവണ 3 കുട്ടികളാണല്ലോ. നമസ്കാരം. കുട്ടിച്ചാക്കിലെ പണം കണ്ട് കണ്ണ് തള്ളിപ്പോയിട്ടുണ്ടാവല്ലേ? എത്ര ലക്ഷം ഉണ്ടെന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. പണിക്കരുടെ വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റിയ കള്ളപ്പണാണേ. അയാളെ പിടിച്ചൊന്നു കുടഞ്ഞ എങ്ങനെ ഉണ്ടാക്കിയ കാശാന്ന് പറയും. പിന്നെ എന്റെ കമ്മീഷനായിട്ട് കുറച്ച് കാശ് ഞാൻ എടുത്തു. ക്ഷമിക്കണം കേട്ടോ, ഒരു കല്യാണം നടത്തി കൊടുക്കാനാണേ. അപ്പോ ഇൻസ്പെക്ടർ ശ്രീരേഖ ആക്ഷൻ തുടങ്ങിക്കോളൂ. സഹായങ്ങൾ വഴിയെത്തിച്ചോളാം എന്ന് പോലീസിന്റെ സ്വന്തം കള്ളൻ ആണ്ടവൻ. CI സാറില്ല. സ്പെഷ്യൽ ഡ്യൂട്ടി കഴിഞ്ഞവർ എത്തിയില്ലേ? ഇല്ല. എന്റെ ദൈവമേ, എന്താ ഈ കാണുന്നത്? കുട്ടിച്ചാക്കൽ ഇങ്ങനെ പണം ഇരിക്കണ കാണുമ്പോ എന്റെ മേലാസകലോ. കടപ്പുറത്ത് പണ്ട് ചാകര കാണാൻ പോയ പോലെ. ഇത് കള്ള നോട്ടാണോ? പണിക്കരിക്കണോ? ഞാൻ ഇവിടെ നിന്നോളാം. നോട്ട് കെട്ടുകൾ ഇങ്ങനെ കൺകൊടുത്ത് കാണുന്ന ഒരു സുഖം. ആ സുഖം പോട്ടെ. മോൾ എന്നെ വിളിപ്പിച്ചെന്തിനാ? ഇനിയും അത് ഞാൻ തന്നെ പറയാം. ഇത് നല്ല കൂത്ത്. പണിക്കിന് മുതലാളിക്കണ്ട വലിയ ദിവ്യദൃഷ്ടി ഉണ്ടോ? ഉണ്ടോ മുകേഷ്? രമേശ്. ആ രമേശെങ്കിൽ രമേശ്. അപ്പൊ ഈ ഇരിക്കുന്ന പണം നിങ്ങളുടേതല്ല അല്ലേ? മിസ്റ്റർ പണിക്കരുടെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എന്റെ മുത്തപ്പ, മോഷണം നടന്നോ ഇങ്ങോട്ട് വിളിച്ച് ചോദിക്കുന്ന ഏർപ്പാട് ഈ മുതലാളി ആദ്യമായിട്ട് കേൾക്കുക. പോലീസ് നന്നാകുന്ന ലക്ഷണമുണ്ട്. അപ്പൊ ഈ പണം നിങ്ങളുടേതല്ല. എങ്കിൽ പണിക്കരി പൊക്കോളൂ. എന്റെ കൊച്ചേ, ചുമ്മാ കുടുംബത്തിരുന്ന് എന്നെ ഇതിനകത്ത് വിളിച്ചു കയറ്റി. ഇപ്പൊ ഈ കാണിക്കുന്ന പരിപാടിയുടെ പേരാണ് മലയാളത്തിൽ ഉച്ചാളിത്തരം. മിസ്റ്റർ പണിക്കർ, സൂക്ഷിച്ച് സംസാരിക്കണം. പോലീസ് നിങ്ങളെ വിളിച്ചു വരുത്തിയെങ്കിൽ അത് ചില ക്ലാരിഫിക്കേഷൻസിന് വേണ്ടിയാ. എന്തോന്ന് ഫിക്കേഷൻ? ഈ ചാക്കുകൾക്കൊപ്പം പോലീസിന് ലഭിച്ച ഈ കത്തിന്റെ ക്ലാരിഫിക്കേഷൻ. വായിക്കാൻ മേല വെള്ളെഴുത്ത. എന്താ ശ്രീരേഖ, വാട്ട്സ് ദ പ്രോബ്ലം? സർ, ഈ പണം അങ്ങനെ ഇൻസ്പെക്ടർ കൈ വന്നു? രാവിലെ വീടിന്റെ ഉമ്മർത്തുണ്ടായിരുന്നു. എവിടെ? എന്റെ വീടിന്റെ ഉമ്മർത്ത്. എന്ന് വെച്ചാ മുളച്ചുണ്ടായോ അതോ പൊട്ടി വീണോ? സർ, പണത്തിന്റെ കൂടെ ഈ കത്തുണ്ടായിരുന്നു. അതായത് പണിക്കരുടെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച ഈ പണം ആണ്ടവൻ ഇൻസ്പെക്ടറുടെ വീട്ടിൽ എത്തിച്ചുവെന്ന്. മിസ്റ്റർ പണിക്കർ, ഇത്രയും പണം നഷ്ടപ്പെട്ടുവെന്ന് ഇദ്ദേഹം പരാതി തന്നിട്ടുണ്ടോ? ഇല്ല സർ. Then why should you bring him here? അത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്ലാരിഫൈ ചെയ്യാൻ. Yes, ഈ കത്ത് ആണ്ടവൻ എന്ന കള്ളൻ കളിക്കൂട്ടുകാരിയും കാമുകിയുമായ ഇൻസ്പെക്ടർ ശ്രീരേഖയ്ക്ക് എഴുതിയ ഈ പ്രണയലേഖനം. അവന്റെ സഹായത്തോടെ വഴിവിട്ട് സമ്പാദിച്ച പണം പിടിക്കപ്പെടുമെന്നായപ്പോ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന്റെ മേൽ കെട്ടിവെക്കാൻ തോന്നിപ്പിച്ച ഈ മാസ്റ്റർ ബ്രെയിൻ സാറിന്റെയോ ആ കള്ളൻ ആണ്ടവന്റെയോ? നിന്റെ വീടിന് മുന്നിൽ നിന്ന് കിട്ടിയ ഈ പണത്തിന്റെ കണക്ക് നീ തന്നെ കോടതിയിൽ ബോധിപ്പിച്ചേ പറ്റൂ. മോഷ്ടിച്ചും പിടിച്ചുപറിച്ചും ആണ്ടവൻ സമ്പാദിച്ചതിന് മുഴുവൻ SI ശ്രീരേഖ കൂട്ടുനിൽക്കുകയായിരുന്നുവെന്ന് വാദിക്കാൻ എനിക്ക് ഈ കത്ത് മതി. കള്ളൻ ആണ്ടവൻ എഴുതിയ ഈ കത്ത് അഹങ്കാരത്തോടെ എടുത്തു വയ്ക്കാൻ ഇനി നിന്റെ തലയ്ക്ക് മീതെ ഈ തൊപ്പി കാണില്ല.
സത്യം പറയാം ഇൻസ്പെക്ടറെ, ഇത്തരം ചില സന്ദർഭങ്ങളിലാണ് ഇവൻ എനിക്ക് തന്നെ ഉണ്ടായവനാണെന്ന് ഞാൻ ഉറപ്പിക്കണത്. പിന്നെ ഒരു കാര്യം, ആ പണം എന്റെ തന്നെയാ. അതെ, അതാണ്ടവൻ തന്റെ അടിച്ചു മാറ്റിയതുവാ. മോൾ അനിമൽ പ്ലാന്റ് കാണാറില്ലേ? മൂരി നിവർക്കണ സിംഹം സട കുടയുമ്പോ കുറച്ച് പൂട തെറിച്ചു. ആ വിലയെ ഈ കാശിന് പണിക്കാർക്കുള്ളൂന്ന് അവനെ കാണുമ്പോ പറഞ്ഞേക്ക്. എവനെ ആണ്ടവനെ. താനിങ്ങനെ ഒന്നിൽ പെട്ടുപോയതില്ല എനിക്ക് അത്ഭുതം. സർ, ഐ ആം ഇന്നസെന്റ്. ഒരു ദിവസം രാവിലെ വീടിന്റെ മുന്നിൽ ഐ നോ, ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ഡിപ്പാർട്ട്മെന്റിനെ കബളിപ്പിച്ച് വഴിവിട്ട് സ്വത്ത് സമ്പാദിച്ച് താൻ വീട്ടിനുള്ളിൽ ഒളിപ്പിക്കുകയായിരുന്നുവെന്ന് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നില്ല. പക്ഷെ ഫലത്തിൽ പ്രൈമറി എവിഡൻസസ് ആർ അഗെയിൻസ്റ്റ് യു. ആ CI സദാശിവനെ സൂക്ഷിക്കണമെന്ന് ഞാൻ വാൺ ചെയ്തിരുന്നല്ലേ. എനിവേ, CIയുടെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ ഇങ്ങനൊരു ആക്ഷൻ ഉണ്ടായ സ്ഥിതിക്ക് എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല. യെസ്, ഒരു സസ്പെൻഷൻ. അന്വേഷണ വിധേയമായി താൻ കുറച്ചു കാലം മാറി എന്നേ പറ്റും. മേ ബി, ബട്ട് ഐ ആം ഹെൽപ്ലെസ്. പണ്ട് സ്കൂളിലുണ്ടായിരുന്ന മുരുകനാണ് ഈ പറയുന്ന ആണ്ടവനെന്ന് CI പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ അയാളെ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഒരു നിഴല് പോലെ എന്റെ കൂടെ അയാളുണ്ട്. സഹായിക്കാനാണോ ഉപദ്രവിക്കാനാണോ ഒന്നും എനിക്കറിയില്ല. ആഫ്റ്റർ ഓൾ, ആ പണം പണിക്കരുടേതാണെന്ന് അയാൾ തന്നെ എന്നോട് നേരിട്ട് പറഞ്ഞതാ. തന്റെ നിരപരാധിത്വം താൻ തന്നെ തെളിയിക്കണം. തനിക്കതിന് പറ്റും, തനിക്ക് അതിന് കഴിയും. ബെസ്റ്റ് ഓഫ് ലക്ക്. ഇതിങ്ങനെ തിരിയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. പോലീസിന് വേണ്ടി ഒരു കള്ളന് ചെയ്യാൻ പറ്റാവുന്ന ഒരു സഹായം അത്രേ കരുതിയുള്ളൂ. അതുകൊണ്ടൊരു പാവം എസ്ഐയുടെ പണി വെള്ളത്തിലായി. പത്രത്തില് വെണ്ടയ്ക്കാച്ചരത്തിൽ ഇങ്ങനെ കിടക്കുകയല്ലേ. പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോ വഴിവിട്ട് സമ്പാദിച്ച ലക്ഷങ്ങൾ മേലുദ്യോഗസ്ഥന്റെ കുടുംബത്തിന് മേൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച എസ്ഐക്ക് സസ്പെൻഷൻ. എഴുന്നേറ്റിരുന്ന് വായിക്കാൻ പറ്റാത്തത് ഭാഗ്യം. ഇല്ലെങ്കിൽ തളർന്നു കിടക്കുന്ന കെങ്ങാരം പോലീസ് തട്ടിപ്പോയെന്നെ. എന്നിട്ട് ഇൻസ്പെക്ടർ അവിടെ? ഇവിടെ നിന്ന് അങ്ങോട്ട് തിരക്കുള്ള ദിവസങ്ങളല്ലേ. കോടതി പോണം, വാദിക്കണം, ആ പണം സ്വന്തമല്ലെന്ന് തെളിയിക്കണം. പണി കിടക്കണേ ഉള്ളു മോനെ. ഇങ്ങനെ കണക്കിപ്പെടാത്ത പണമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു 10 കെട്ട് ഞാനെടുത്ത് മാറ്റിയനെ. നമ്മുടെ കള്ളുകൂടിയിലിടയ്ക്ക് ഒരു സ്മോൾ ക്ലൂ എനിക്ക് തരായിരുന്നില്ലേ കള്ള. ഇനി ആണ്ടവൻ ഈ വീടിന് മുകളിലാണ് താമസമൊന്നും കൂടെ അറിയണം. സസ്പെൻഷൻ ഡിസ്മിസിലാവും. അതിനു മുമ്പ് എന്നെ കൂടെ ഒന്ന് മോട്ടിക്കാൻ പഠിപ്പിക്കണേ എന്റെ ആണ്ടവാ. വല്ല ഓസിനുള്ളിലൂടെ ഇറങ്ങാനോ മറ്റോ. ജീവിക്കാൻ വേറെ വഴിയില്ലാത്തത് കൊണ്ട്. അത് സാരമില്ല, അപസ്മാരം ഇടയ്ക്ക് വരണതാ. ഞാൻ ഇന്നിവിടെ അഡ്മിറ്റ് ചെയ്ത പേഷ്യന്റ് ഗംഗാധരന്റെ മകളാ. ഓ, ഇൻസ്പെക്ടർ. അച്ഛനിപ്പോ നോർമൽ. ഫിക്സിന്റെ കൂടുതൽ ചെറിയൊരു അറ്റാക്കും ഏതാനും സമയത്ത് കൊണ്ടുവന്ന് നന്നായി. ഇവിടേക്ക് പേഷ്യന്റിനെ കൊണ്ടുവന്ന ആൾ നിങ്ങളുടെ ബ്രദറാണോ? കൊണ്ടുവന്നത് നോട്ട് ദാറ്റ് ഗൈ. കുറച്ചുകൂടി തടിച്ച് ഉടനെ കുറച്ച് മരുന്ന് എത്തിക്കാൻ പറഞ്ഞിരുന്നു. കൊണ്ടുവരുമ്പോ അകത്ത് കൊടുത്തോളൂ. ഓക്കെ? ചന്ദ്ര, എന്നോട് ചെയ്യരുത്, ഞാൻ പറയാം. നമസ്കാരം. ഇൻസ്പെക്ടർ സാറ് ക്ഷമിക്കണം, ഞാൻ പോവാ. സാറിന്റെ മാനം രക്ഷിക്കാൻ പിടി തരണമെന്ന് മോഹമുണ്ട്. പക്ഷെ തറവാട്ടിലെ ഗോതമ്പുണ്ടയും കഴിച്ചു കിടക്കാൻ സമയായിട്ടില്ലേ. കുറച്ച് പണിയുള്ളൂ ബാക്കിയുണ്ട്. അത് ചെയ്ത് തീരുമ്പോ സാറിന്റെ പോയ പണി തിരിച്ചു കിട്ടും. പഴയ മുരുവിന് വേണ്ടി ഇത്തിരി കോളം ക്ഷമിക്കുക. ഗുഡ് ബൈ ആണ്ടവൻ.